ഇതേപോലെ നമ്മൾ കാത്തു നിന്ന വയനാടത്തെ പരിപാടി സെറ്റായിട്ടുണ്ട് കേട്ടോ. ഓക്കെ, പരിപാടികൾക്കുള്ള ആളുകൾ സ്ഥലം ഒക്കെ റെഡിയാണ്. നമ്മളിനി ആളുകൾ എത്തണം, അതിനുള്ള കാത്തിരിപ്പിലാണ്. വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, കുറേ ആളായിട്ടുണ്ട്. അത്യാവശ്യം ഇപ്പോൾ നമുക്കെന്താ പറയുക, വയനാട്ടുകാരിൽ കൂടുതൽ മറ്റുള്ള ജില്ലയിൽ നിന്നുള്ള ആളുകൾ വന്നിട്ടുണ്ട്. അതായത് കൊല്ലത്തുനിന്നും ഇവിടെ നിന്നൊക്കെ ആയിട്ടുള്ള എല്ലാവിധ ആളുകളും വന്നിട്ടുണ്ട്. കണ്ണൂർ, കാസർഗോഡ് നിന്നൊക്കെ ആയിട്ട് ആളുകളായിട്ടുണ്ട്. ഹായ്, ഫ്രീ സർവീസ് ഇപ്പൊ അമ്മ വയനാട്ടുകാരെ ഒഴിച്ച് ബാക്കി എല്ലാ നാട്ടിൽ നിന്നുള്ള ആളുകൾ എത്തിയിട്ടുണ്ട്, വയനാട്ടുകാരെ എത്തിയിട്ടില്ല. ഇനിയിപ്പോ നമ്മളെ ടീം ഇത് ചക്കം വന്ന് എൻട്രി കിട്ടിയ. ഹായ്, ഞങ്ങൾ ഓ സാറ് ഞങ്ങളിന്ന് നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നു. ഒക്കെ സെറ്റായി കഴിഞ്ഞിട്ട് ഒക്കെ റെഡിയാണ്. ഇനി എല്ലാവരും വന്നും കഴിഞ്ഞിട്ട് നമ്മുടെ അസോസിയേഷൻ്റെ പരിപാടി തുടങ്ങാനുണ്ട്. അതിനുള്ള ബാക്ക്ഗ്രൗണ്ട് ഇതൊക്കെ ആയിട്ട് അവിടെ റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോകളിൽ എല്ലാവരും ഫുള്ളായിട്ട് കാണാം. കണ്ടാൽ ഇഷ്ടപ്പെട്ട മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ എന്തെങ്കിലും അഭിപ്രായം കാര്യങ്ങളൊക്കെ കമൻ്റ് ആയിട്ട് അറിയിക്കണം. സെറ്റ് എന്താണ് എന്താണ് ആ വിളിച്ചു വരുത്തിയല്ലേ. ഇത് കൊല്ലത്തുനിന്ന് നമ്മളുടെ ജംഷീർ വയനാട്ടുകാരനാണ്, പക്ഷെ ഇപ്പോൾ കൊല്ലത്തുകാരനെന്ന് പറയാനാണ് ഇഷ്ടമെന്നുണ്ട് അല്ലേ. കൊല്ലത്ത് സെറ്റായി അങ്ങനെയാണ്. സോബി ചായൻ, സോബി ഈ കാസർഗോഡ് നിന്നാണ്. ഇത് നമ്മളെ നന്ദു ആലപ്പുഴ, അറിയാലോ. നന്ദു സ്റ്റൺസ് വീഡിയോ കണ്ടിട്ടുണ്ടാവും അല്ലേ? ഇല്ലേ, കണ്ടിട്ടുണ്ടാവും. നീ കണ്ടിട്ടില്ലേ? നമ്മളെ ബൈജു പത്തനംതിട്ടന്നാണ്. ബൈജുട്ട ഇലവന്തിട്ട. ട്രീ സർവീസ് കണ്ണൂർ. ലിബിൻ അത് ആലക്കോട് ഭാഗം, കണ്ണൂർ ആലക്കോട്. അത് അതിപ്പെടാത്തതാണ്. അത് ഇതെൻ്റെ ജ്യേഷ്ഠൻ അബ്ദുള്ള, ബൂബു. ഞങ്ങൾ ബൂബു എന്ന് വിളിക്കുന്ന അബ്ദുള്ള. ആ ഇത് പിന്നെ നമ്മളെ മുതല് ജിനു ജയസാറ്, അനീഫ നല്ല കാഴ്ച എന്ന് പറഞ്ഞിട്ടൊരു പേജ് ഉണ്ടായിരുന്നു. ഈ പുള്ളി ഇവയൊക്കെ ശരിക്കും ഇത് കാരണം ഇതിലേക്ക് വന്നതാ, ഈ ഫീൽഡിലേക്ക് വന്നതാ. ഞങ്ങളല്ലാണ്ട് വന്നതാ. ഇത് ഉള്ളതൊക്കെ പറയാല. ഇതിൽ ഈ സാധനം ഉപയോഗിച്ച് കയറുന്നില്ല. ഏറ്റവും ഇഷ്ടം കയറണാണ് അത്, ഇവൻ കയറണാണ് അല്ല ഉള്ളത് പറഞ്ഞത്. മൊത്തത്തിലായ ഒരു ഇതിൽ പറഞ്ഞ കാണലുണ്ടോ വീഡിയോ? നല്ല രസമാണ് കയറുമ്പോൾ. അതായത് അവൻ്റെ ബോഡി ലാംഗ്വേജ് ഇതിൻ്റെ ആയിരിക്കാം. അല്ല കാണാൻ രസമാണ് ഉള്ളത്. അത് തുറന്നു പറഞ്ഞെന്നുള്ളു. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഇവിടെ കൂടിയേക്കണം. ഇവിടെ കുറേ ആളുകൾ നമ്മളുടെ ഈ സ്പൈക്കുകൾ ഉപയോഗിക്കാൻ വേണ്ടി പേടിച്ച് നിൽക്കുന്ന കുറേ ആളുകളുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമുക്കൊരു ട്രെയിനിങ് കൊടുക്കലാണ് നമ്മളുടെ ആവശ്യം. കേരളം നമുക്ക് ഓടിക്കാറാം. നമ്മളെ സെക്രട്ടറി കയറുന്ന വീഡിയോ കണ്ടിട്ടില്ലേ? നിങ്ങളുടെ കയറ്റി ഇങ്ങനെ പോണത് നല്ല ഒഴുക്കത്തിൽ. അപ്പോൾ അതേമാതിരി ചെയ്യാൻ പറ്റും. പക്ഷെ അത് സേഫ്റ്റിയും കൂടെ ഉറപ്പാക്കിയിട്ട് കയറണമെങ്കിൽ അത് നമ്മൾ സേഫ്റ്റിനെ കുറച്ച് ഉറപ്പാക്കുമ്പോൾ ആ സ്പീഡിൽ നമുക്ക് കയറാൻ പറ്റില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതായത് നമ്മൾ ആരൊക്കെ അത് എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ അതെ നമ്മളെ വയനാടത്തെ ജില്ലാ മീറ്റപ്പിന്റെ കൂട്ടം ഇത്രയും ആളുകളുണ്ട്. വയനാട്ടുകാർ മാത്രമല്ല, എല്ലാ ജില്ലയിൽ ഏകദേശം പാലക്കാട് നിന്ന് ഒക്കെ ആയിട്ടുള്ള ആളുകളുണ്ട്. പാലക്കാട്, ഇതേ കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ്, ആലപ്പുഴ, കൊല്ലം എല്ലാ ജില്ലയിൽ നിന്നുള്ള ആളുകളുണ്ട്. അപ്പൊ നല്ല സെറ്റായിരുന്നില്ലേ അല്ലേ? അതുകൊണ്ട് അപ്പൊ ഇങ്ങനെ തന്നെ ഓണായിട്ട് മുന്നോട്ട് പോവാം നമുക്ക്. ഇതെന്താണ് അതേ, ഇതിങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഒരാളല്ലേ കാണുള്ളൂ. നമുക്ക് അത് ചെയ്യണ കാണുമ്പോൾ ഇങ്ങനെ ഇറങ്ങി വരാണുമ്പോൾ എന്തോ സംഭവം മാതിരി തോന്നുന്നത് മാത്രമേ ഉള്ളൂ. ചെയ്യാന്നുണ്ടെങ്കിൽ ഒന്നുമില്ല, സിമ്പിളാണ്, ചെയ്യാവുന്നതാണ്. ഇത് വെറുതെ നമ്മളെ കയ്യിൽ നമ്മളെ വെയിറ്റ് നിന്നു. നമ്മളെ കയ്യിൽ നമുക്ക് ഇത്ര വെയിറ്റ് വരുന്നുള്ളൂ. നമ്മൾ ദിവസം കൊടുത്താൽ ഇറങ്ങി സ്റ്റാർട്ടിങ് ഇത് കഴിഞ്ഞ് കിട്ടാൻ മാത്രമേ ഉള്ളൂ. അത് ഏതൊരു പ്രൊഡക്റ്റും നമുക്ക് ആദ്യമായിട്ട് അറിയാത്തതിൻ്റെയാണ്. ഇതിപ്പോ മമ്മൂട്ടിക്ക നിങ്ങൾ എത്ര വർഷമായിട്ട് ഈ പണിയില്? അല്ല പണിയെടുക്കുന്ന ഇത് ഉപയോഗിക്കലാ? 2 വർഷം ആയിട്ടില്ല, ഒന്നും ആയിട്ടില്ല. ഇല്ല. അപ്പൊ ഈ പുള്ളി ഇത് ഉപയോഗിക്കുന്നതാണ്. ഇതിപ്പോ ഇല്ലാതെ കയറണ്ട മറ്റുമ്പോ കഴിയൂല. അത് കഴിയൂല, അതാണ്. അതായത് അത്രയും എളുപ്പമാണ്. നിങ്ങള് ഇനിയിപ്പോ അരമണിക്കൂറല്ല 3/4 മണിക്കൂർ അത്രേ വേണ്ടു. അത് ഓരോ പണി നമുക്ക് പണി അതിനനുസരിച്ച് സ്പീഡാവുന്നുണ്ട്. നമുക്ക് പണി സ്പീഡാവുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മളെ ശരീരം അത്രയും ഫ്രീ ആവുന്നുണ്ട്. ആ ഒരു ലെവലിൽ ചവിട്ടി അങ്ങ് നിന്നാൽ മതി. അത്രയും ബുദ്ധിമുട്ട് വെച്ച് നോക്കിയിട്ടാണ് അടുത്ത സ്റ്റെപ്പ് വയ്ക്കുക. മരം അറിഞ്ഞു കയറുക.
ഇങ്ങനെ ഒരു ആട്ടം പോലെ അതാണ് നമ്മുടെ ഒരു വിഷയം. ഈ അകലെ ഇങ്ങനെ ചെരിഞ്ഞ് നിൽക്കുമ്പോൾ കയറയിലൊക്കെയല്ല വെയിറ്റ് വരുന്നത്, പിന്നെ ആടൂല. ഓരോ ചവിട്ടും അടുത്ത് ചവിട്ടി കയറുക. ഒരുപാട് അകലത്തിലേക്ക് ഇങ്ങനെ ചവിട്ടാൻ നിൽക്കരുത്, നല്ല ചവിട്ടിക്കുക. കുറച്ച് തോലുണ്ടാവും. നിങ്ങൾ ഈ തോലുമ്പോൾ ഇതേമാതിരി ചവിട്ടുന്ന സമയത്ത് ഈ തോലായിരിക്കും ആദ്യം പൊളിയുക. അപ്പൊ എന്ത് ചെയ്യണം? അതിനാണ് ഈ കാല എയറിൽ വെച്ച് കഴിഞ്ഞിട്ട് നൂറിൽ ചവിട്ടാൻ പറഞ്ഞത്. നിങ്ങൾക്ക് ഇങ്ങനത്തെ കൊമ്പിൽ പോകാനാണെങ്കിൽ സ്പൈക്കും വന്നിട്ടായാലും നമുക്കത് പോകാൻ പറ്റും. അവൻ ചെയ്യുന്നത് നോക്കണ്ട, അത് അവൻ്റെ സ്കില്ല് കൊണ്ട് ചെയ്യുന്നതാണ്. അത് എല്ലാവർക്കും നമ്മളതിൽ ഉള്ളതാണ്. ഓരോരുത്തർ അതിനനുസരിച്ച് ചെയ്യാൻ പറ്റും. ഇല്ല, അത് മിൽക്ക് ലോഡ് വരില്ല. അതുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എവിടേക്ക് വേണമെങ്കിലും പോകാനായാലും അത് നടക്കും. ഇനിയിപ്പോൾ ഈ അല്ലാതെ തന്നെ നമുക്ക് ഈ കൊമ്പുകളിലേക്ക് വരാൻ പറ്റും. ഇതിപ്പോൾ ഇങ്ങനത്തെ കൊമ്പുകളിൽ പോകാൻ പറ്റുമോ എന്നുള്ളതാണ് സംശയം. ആ സാധനം നോക്കണം. ഇതാ ചെറിയ കൊമ്പണ്ട വേണ്ട, മാവാണ്. അതാണ് നമുക്ക് കോൺഫിഡൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ പോവാം. വേറെ കുഴപ്പമൊന്നുമില്ല, പോവാൻ പറ്റും എന്നുള്ള ഉറപ്പാ. ഏതിന് അത് ചൊറിയോ? അതുമല്ല വല്ലാണ്ട് കളിക്കണ്ടട്ടാ. അല്ല, ഇതുമല്ല നമുക്ക് അഡ്ജസ്റ്റ് ചെയ്താലും ഈ സാധനം വരാം. ഇവരിപ്പോ എങ്ങനെ വീണെന്ന് പറഞ്ഞാലും അതിലവിടെ നിന്ന് വിട്ടാ കാലുണ്ട്, ഇതിലവിടെ തൂങ്ങിക്കിടന്നു. നമുക്ക് ഇവിടുന്ന് തള്ളി ഇത് ഒന്ന് നിൽക്കുന്നേ. എവിടെയെങ്കിലും പിടിച്ചാ അതിൽ വരും. അത് അതായത് ഈ ചരിഞ്ഞ് കിടക്കുന്ന അമ്പയിൽ കൂടെ എങ്ങനെ പോകാമെന്ന് കാണിച്ചു തരാം. ഓക്കെ. അതാണ് കോൺഫിഡൻസ്. ഇനി എനിക്ക് എന്ത് ചെയ്യും? ഒരു കാലം നിങ്ങൾ നിൽക്കുന്ന ഫ്രീ ആയിട്ട് ഞാൻ സൗകര്യം എടുത്ത് കുത്താം. ആടാ ആടാ പറഞ്ഞു ആടാ. അത് നമ്മളുടെ എക്സ്പീരിയൻസ്. അത് 2 ദിവസം കയറി കഴിഞ്ഞാൽ നമുക്ക് ഈ ചെറിയ സ്റ്റെപ്പണെങ്കിൽ നമുക്ക് ഈ ആടിപ്പോലെ വേണ്ട, ആട്ടം വരില്ല. ചെറിയ ഇതിൽ അങ്ങോട്ട് പോകാൻ പറ്റും, തിരിയാൻ പറ്റും. ഇത്ര സ്പീഡിലല്ല, പതുക്കെ തിരിയടാ. അതാടാ കണ്ടില്ലേ? ഇതിലിപ്പോ നമുക്ക് കോൺഫിഡൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് തിരിയാൻ പറ്റും. ഈ ഫസ്റ്റിൽ കാണുന്ന ബുദ്ധിമുട്ട് മാത്രമേ നമുക്കത് ഉണ്ടാവുള്ളൂ. അതില്ലേ ആദ്യമായിട്ട് കയറുന്നതാണ്. പിന്നെ അതാണ്, അത് ഓരോരുത്തരുടെ ഇതിനനുസരിച്ച് മാറ്റം വരുന്നു. ഇനിയിപ്പോ ഇറങ്ങിയിട്ട് ഒന്നും കൂടെ കയറിയാൽ ഒന്നും കൂടെ ഫാസ്റ്റ് ആവും. അതാണ്, ഇത്രേ ഉള്ളൂ. നമ്മളെ ട്രെയിനിങ് നടക്കണം. അപ്പോൾ ട്രെയിനിങ്ങിൻ്റെ ഇടയിൽ നോക്കിയപ്പോണ്ടേ അവിടെ ഒരു ചേട്ടൻ ഒറ്റയ്ക്ക് നിന്നൊന്ന് പ്രാക്ടീസ് ചെയ്യണം. നമുക്കൊന്ന് ചോദിച്ചു നോക്കാം മൂപ്പരെ റിവ്യൂ എങ്ങനെ ഉണ്ടെന്ന്. അപ്പോൾ ഈ ഒരു വ്യക്തി ആദ്യമായിട്ടാണ് സ്പൈക്ക് കെട്ടിയിട്ട് ഇവിടെ കയറുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് അറിയാൻ വേണ്ടിയിട്ടാണ്. എങ്ങനെയുണ്ട് കാലുമ്പലൊക്കെ കെട്ടിയിട്ട് എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ല. സേഫ്റ്റി ഷൂ ആകുമ്പോൾ ഒന്നുകൂടി ബെറ്റർ ആണ്. ഇപ്പൊ നോർമൽ ഷൂ ആണ്. സംഭവം സൂപ്പറാ. ഒരു കുഴപ്പമില്ല, നല്ല സുഖമാണ്. മുറിക്കാനൊക്കെ ഭയങ്കര എളുപ്പമുള്ള ഒരു പരിപാടിയാണ്. കയറി എത്താനൊക്കെ. കാലിന് വേദന എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നു? ഒരു പ്രയാസമില്ല, റിസ്ക് ഇല്ല. പിന്നെ ക്ഷീണമില്ല കയറാൻ. മെയിനായിട്ട് നമുക്ക് എവിടെ നിൽക്കാം. അതൊക്കെ പിന്നെ ഒരു തണുപ്പം വരക്കുമ്പോൾ താങ്ങി നിൽക്കണമല്ലോ. ആദ്യമായിട്ട് കയറി നോക്കിയിട്ട് ഇങ്ങനെ ബാലൻസ് പോവുക അങ്ങനെ ഒരു പ്രശ്നം എനിക്ക് അനുഭവം വന്നിട്ടില്ല. അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഒരു കുഴപ്പമില്ല. സേഫ്റ്റി ബെൽറ്റ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. സൂപ്പറാണ്. ഇഷ്ടമായി ഇഷ്ടമായി. ഇനിയിപ്പോ ഉപയോഗിക്കാൻ തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും. മാക്സിമം ഒരു 10-15 മിനിറ്റ് ആയിരിക്കും സ്പൈക്ക് ഉപയോഗിച്ചിട്ടുണ്ടാവുക. അപ്പൊ അതിൽ തന്നെ ഉള്ളൊരു എക്സ്പീരിയൻസ് ആണ് ഇപ്പൊ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അവർ പറഞ്ഞ അതേ രീതിയിൽ ചെയ്യുമ്പോൾ നമുക്കൊരു പ്രശ്നമില്ല. അപ്പൊ എല്ലാവരും അതിന് വേണ്ടിയിട്ട് മുന്നോട്ട് വരാം. സ്പൈക്ക് മാത്രമല്ല, അതിന്റെ സേഫ്റ്റി ഐറ്റംസും കൂടിയിട്ട് ഉപയോഗിക്കണം. എന്തായാലും ഞാൻ പോകുമ്പോൾ മേടിച്ചിട്ട് പോകുമ്പോൾ എന്തായാലും മേടിച്ചിട്ട് പോകുള്ളൂ. അപ്പൊ ഉപയോഗിക്കാണ്ടിരിക്കുന്നവർക്കും ഉപയോഗിക്കാനും ഉദ്ദേശിക്കുന്നവരും ഇതൊക്കെ ഒന്ന് കണ്ടുപഠിക്കാം. അവിടെ നിൽക്കും, ഇനി കൈവിട്ടോ ഇങ്ങനെ നിന്ന് പഠിച്ചാൽ മതി. കാല് മുട്ട് മടക്കാതെ പരമാവധി ലോങ്ങിൽ അങ്ങനെ നിൽക്കുവാണെങ്കിൽ ഒരു കാരണവശാലും ഈ സാധനം പോകത്തില്ല. പേടിക്കേണ്ട ആവശ്യമില്ല. ഇതെന്തിനാ ഉപയോഗിക്കണം? ഇതിന്റെ ആവശ്യമുണ്ടോ? ഇത് പണി എളുപ്പമാക്കാമല്ലോ നമുക്ക്. പിന്നെ
താഴെ നിൽക്കുന്ന ആൾക്കാർക്ക് പകുതി ആയാസം വേണ്ട, ഇല്ലെങ്കിൽ ഈ വലിയ കയറും എടുത്തിട്ട് മരത്തിന് മൊത്തം ചുറ്റണ്ടേ. ഇതിപ്പോൾ നമ്മൾ സാധാരണ തന്നെ ഇന്നേ മരത്തിലേക്ക് എടുത്തിട്ട് മൊത്തത്തോടെ ചുറ്റിയെടുക്കുമല്ലേ, അതിൻ്റെ ആവശ്യമില്ല. നമുക്കിപ്പോൾ എളുപ്പത്തിൽ ഇത് നേരെ ലോക്കിട്ടില്ലേ, ഇത് ഇതിൻ്റെ ഉള്ളിൽ കൂടി എടുത്തു, ഇതിങ്ങനെ എടുത്തു സംഭവം. ഇത് ആവശ്യത്തിന് വലിച്ച് ടൈറ്റ് ആക്കുക. ഇത് 2 ചുറ്റി അല്ലെങ്കിൽ കമ്പ് കുറേ വെയിറ്റ് ഉണ്ടെങ്കിൽ ഒരു ചുറ്റും കൂടെ ചുറ്റുക. ഇനി അത് അഴിച്ചോ വിട്ടോ, കയറാൻ നിന്നോളൂ. ആ ഇതിപ്പോൾ കൈ ഇങ്ങനെ ഇതുണ്ടോ, എന്തേരം വെയിറ്റ് ഉണ്ടെന്ന് നോക്കിയാൽ എൻ്റെ കയ്യിൽ ഇതുണ്ടോ, ഇത്രയേ ഉള്ളൂ. ഇനി ഇത് ഇവിടെ നിർത്തണമെന്നുണ്ടെങ്കിൽ പ്രശ്നം കഴിഞ്ഞു. ഇപ്പോൾ ഒരാളേ ഉള്ളൂ, കമ്പ് ഇറക്കിക്കൊണ്ട് വരുമ്പോൾ നമുക്ക് ഇവിടുന്ന് എന്തെങ്കിലും ഉണ്ട് മുറിച്ച് മാറ്റണം. ഇവിടെ ലോക്കിട്ട് നമുക്ക് പോയി മുറിക്കാം, അല്ലെങ്കിൽ കൊത്തി മാറ്റാം, എന്ത് വെള്ളം ചെയ്യാം. പണി കയറ് ബാക്കി മൊത്തം അങ്ങനെ കടന്നോളൂ. ഇതിപ്പോൾ അത് കഴിഞ്ഞു നമുക്ക് ഇറക്കുക. ഇതിപ്പോൾ ചുറ്റും എന്തേരം വേണോ അതിനനുസരിച്ച് നോക്കണം. ഇതുണ്ടോ, ഇങ്ങനെ മെല്ലെ ഇറക്കിക്കോളാം, പ്രശ്നം തീർന്നു. ആളായാലും കമ്പായാലും നോക്കി. ഇത് പകുതി താഴെ നിൽക്കുന്നവന് പകുതി ആശ്വാസം. മരത്തിന് എത്ര മൊത്തം എടുക്കണ്ടേ? ഇതിപ്പോൾ ഇത് ബാക്കി ഇതാ കിടക്കുന്നു, ഇത് തീർന്നു. ഇതിപ്പോൾ ഇത് കണ്ടോ അഴിച്ചു കഴിഞ്ഞു, തീർന്നു. എടുത്ത് സിമ്പിൾ കേസ്. അപ്പോൾ നമ്മളെ ടീം ഇവരാണ് ഈ ട്രെയിനിങ്ങിന് വേണ്ടിയായിട്ട് പല ഭാഗത്തു നിന്ന് വന്നതാണ്. നമ്മൾ കണ്ണൂരിൽ നിന്ന് വന്നതും ഇതേ കോഴിക്കോട് നിന്ന്, പാലക്കാട് നിന്ന്, കൊല്ലത്തുനിന്ന്, വയനാട്ടുകാരൻ കൊല്ലത്തുനിന്ന്, പിന്നെ ഇത് നമ്മളെ സിജു. ഇവിടെ ഇതിന് വേണ്ടിയിട്ടുള്ളതല്ല കുറേ സൗകര്യങ്ങൾ, കുറേ കാര്യം നമുക്ക് വേണ്ടിയിട്ട് കുറേ സംഭവങ്ങൾ ഒരുക്കി തന്ന സിജു, അതിന് ഒരുപാട് നന്ദി. ഇല്ലേ, എന്തായിരുന്നു അവസ്ഥ, എന്താണ് എക്സ്പീരിയൻസ് അതൊന്ന് പറഞ്ഞേ. അതെ, എക്സ്പീരിയൻസുകളും കൂടുതലേ. ഒരു കാലവർഷം വന്നാലേ ഏറ്റവും കൂടുതൽ ദുരിതമനുഭവിക്കുന്ന ജില്ലകളിലൊന്നാണ് വയനാട്. അവിടെ വന്നിട്ട് ഇങ്ങനെ ട്രെയിനിങ് സെറ്റാക്കിയതിന് ഭയങ്കര കാര്യം. കാരണം എന്താ വെച്ചാൽ മലമുറിക്കാർ ഈ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്ന ഒരു സിറ്റുവേഷൻ മഴക്കാലത്ത്. ആ ഒരു സമയത്ത് നമുക്ക് ഇത് കൊടുക്കാൻ പറ്റില്ല. അതിനാണ് എനിക്ക് ഏറ്റവും ശരിക്കും പറഞ്ഞാൽ അത്രയും സന്തോഷമുള്ള കാര്യം. ഒന്ന് എടുത്ത് പറയാനുള്ള, നമ്മളെ ഈ കാസർഗോഡ് നിന്ന് വന്നതുണ്ട്, ഇവിടുന്ന് കണ്ണൂര്, കാസർഗോഡ്, കണ്ണൂരിൽ നിന്നുള്ളത്, പത്തനംതിട്ട, ആലപ്പുഴയിൽ നിന്ന്, അവരൊക്കെ പോവല് യാത്ര ദൂരം ഉള്ളത് കാരണം വേഗം വിട്ടത് പോയതാണ്. അപ്പോൾ അവരൊക്കെ കണ്ടിരുന്നു, പക്ഷെ അവരെ ഈ വീഡിയോയിൽ ഇങ്ങനെ ഒന്നും ഉൾപ്പെടുത്താൻ പറ്റില്ല എന്നുള്ളതല്ല. അപ്പോൾ എന്തായാലും ഉഷാറായില്ലേ, അപ്പോൾ ഹാപ്പി അല്ലേ, സന്തോഷം.